ഈ സന്തോഷത്തിലുപരി വലിയൊരു സങ്കടം ഞങ്ങൾ മലയാളികൾക്ക് തന്നു. 40 വർഷത്തെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിൽ പല മുഖങ്ങൾ കണ്ടിട്ടുണ്ട്, പല വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വന്ന് അടിക്കുക എന്ന് വെച്ചാൽ, കൈവെക്കുക എന്ന് വെച്ചാൽ ശരിയാണോ മഹേഷ് ചേട്ടാ? അല്ല, അത് ഞാൻ കരുതുന്ന മനഃപൂർവ്വമായിട്ടാകാൻ വഴിയില്ല. നമുക്ക് ചിലർക്ക് ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചില വികാരങ്ങൾ വരാം. അങ്ങനെ വികാരങ്ങൾ പുറത്താകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലാതെ ഒരു മുൻ വൈരാഗ്യം വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അദ്ദേഹത്തിന് മുൻ പരിചയമില്ല, അദ്ദേഹത്തിന് എന്നെ മുൻ പരിചയമില്ല. കഴിഞ്ഞ ഒരു 7-8 ഷെഡ്യൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇദ്ദേഹം വളരെ ഹൈപ്പറായിട്ട് കണ്ടിട്ടുണ്ട്. സത്യം, ലൊക്കേഷനില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മുടെ ഇതിനകത്ത് അഭിനയിക്കുന്ന നായികയും വേറൊരു നടനും കൂടി ഒരു റീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ 1-2 പ്രാവശ്യം ഡ്രസ് ചേഞ്ച് വന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചെയ്യാത്തപ്പോൾ അവരുടെ നേരെ ഫോൺ വലിച്ചൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഇത് ഇവൻ പാലക്കാടും ഈ ജോ എന്ന് പറയുന്ന ഇദ്ദേഹം അല്ല, നമ്മുടെ ലൊക്കേഷനിൽ തന്നെ പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ ദേഷ്യം വന്നിട്ട്, ആരോടുള്ള ദേഷ്യം കൊണ്ട് സ്വന്തം ഫോൺ ഗ്രൗണ്ടിൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ദേഷ്യം തീർക്കേണ്ട ഒരു സ്ഥലമാണോ സീരിയൽ ലൊക്കേഷൻ? അല്ല, ഞാനതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഏതാണ്ട് ഇപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ സിനിമ പോലെ ഇല്ല, എന്നാലും 10-50ഓളം പേര് വരും. ഈ 50ഓളം പേര് 50 വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്നും വരുന്നവരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരുമാണ്. അവരൊരു പോയിന്റിൽ വരുന്നത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കാണാം, അല്ലെങ്കിൽ അവർക്ക് അനുഭവങ്ങൾ കാണാം. പക്ഷെ അതൊന്നും തീർക്കേണ്ട ഇടമല്ല ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ പറയണം. അതായത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്നതാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ട് ഒരാൾ അഭിനയിക്കാൻ വരാത്തപ്പോൾ ആ അവസരം കിട്ടി, അത് പ്രയോജനപ്പെടുത്തി നടനത്തിലോട്ട് വന്ന ആളാണ്. ഞാനൊരു ഇൻബോൺ ടാലന്റഡ് ആർട്ടിസ്റ്റ് അല്ല. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കഷ്ടപ്പാട് വ്യക്തമായിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ക്ലാപ്പ് പിടിച്ചു തുടങ്ങി, ആ ക്ലാപ്പ് കൊണ്ട് തന്നെ എൻ്റെ ഗുരുനാഥനെ തലക്കടിച്ചിട്ടുണ്ട്. അന്ന് ദൈവം പ്രസാദിച്ച്, അന്ന് യൂണിയനും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഗുരുനാഥൻ തല്ലി ഒരു വിദ്യ പഠിക്കാൻ പോയിരിക്കുന്നവൻ ആ ഗുരുവിൻ്റെ, നമ്മുടെ ഈ എന്താ പറയണ്ട, പഴയ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ദൈവത്തിന് തുല്യമായിട്ട് ഗുരുവിനെ കണ്ടുകൊണ്ട് നമ്മളൊരു സംഭവം പഠിക്കുകയാണ്. നമുക്ക് അറിവില്ലാത്ത ഒരു മേഖലയിൽ വന്ന് നമ്മൾ അത് വരാൻ സാധിച്ചു, കൊതിച്ചു വരാൻ പറ്റി. അത് തന്നെ വലിയൊരു ദൈവഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ വന്നത് പഠിക്കുന്നിടത്ത് നമ്മൾ അത് പഠിക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ തലമുറയിൽ ഞാൻ കാണുന്ന പറഞ്ഞാൽ അങ്ങനെ ഗുരു ശിഷ്യ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും തോളിക്കൈയിട്ട് നടക്കുന്നത് ഒരു രീതി നല്ലത് തന്നെയാണ്. ദോഷമുണ്ട്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അത് ഒരിക്കലും കാണിക്കേണ്ട ലൊക്കേഷനിലല്ല. ഇവിടെ ഇദ്ദേഹത്തിന് ഇതിന്റെ സംവിധായകൻ പിന്നീട് പറഞ്ഞ് ഞാൻ അറിയുന്നതാണ്. അതായത് ഈ ജോ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നെ പറ്റി. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അത് വെറുതെ നിഷേധിക്കുന്നില്ല, കാരണം നിഷേധിക്കുകയല്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം പറയണ്ട. എനിക്ക് അങ്ങനെ ഒരു സംശയമേ പോട്ട കാര്യമില്ല. കാരണം ഞാൻ ഇദ്ദേഹം സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവനോട്, ഈ ജോ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറോട് ഒരുപാട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 3-4 നിലയുണ്ട്. ഈ ഒരു കുട്ടിയാണ് ഈ നില മൊത്തം കയറി ഇറങ്ങി നടക്കുകയും എല്ലാ കാര്യങ്ങളിലും ഓടി സീനുകൾ ആദ്യം ഇതൊക്കെ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാനൊരു ഇൻബോൺ ടാലന്റഡ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് ആ കഥാപാത്രം എന്താണ് ആ പർട്ടിക്കുലർ സീനിൽ ഡിമാൻഡ് ചെയ്യുന്നത്, ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയാണ് ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനെനിക്ക് നേരത്തെ സീൻ വേണം. ഇത് ഞാൻ ഈ സീരിയല് ആദ്യമായിട്ട് സൈൻ ചെയ്ത ദിവസം ഇതിൻ്റെ ഒരു മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിൻ്റെ സംവിധായകനോട് എല്ലാവരും കേൾക്കെ തന്നെ പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഉറപ്പായിട്ട് ഇത് വേണമെന്ന്, അതായത് സീൻ വേണമെന്ന്. പക്ഷേ അന്നേ ദിവസം ഈ ഇൻസിഡന്റ് ആവുന്ന അന്നേ ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ ചോദിച്ചിട്ടും ഇദ്ദേഹം എനിക്ക് സീൻ തന്നില്ല. ശരിക്കും അന്ന് നടന്നത് എന്തായിരുന്നു മഹേഷ് ചേട്ടാ? ഞങ്ങൾ കാണുന്നത്, അല്ലെ വാർത്തകളിൽ വന്നത്, മഹേഷിനെ തല്ലി, നടൻ മഹേഷിനെ. ശരിക്കും അന്ന് സംഭവിച്ചത് എന്തായിരുന്നു? അതാണ്. അതായത് ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ സീൻ ചോദിക്കുന്നു, സീൻ തരുന്നില്ല. എന്നെ സംവിധായകൻ വിളിക്കുന്നു, ഞാൻ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് വളരെ വളരെ ഒരു വൈകാരികമായ ഒരു സീനാണ് എടുക്കുന്നത്.
ആ, അതായത് കാണാതെ വർഷങ്ങളായിട്ട് കാണാതിരുന്ന മകളെ ആ. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ കണ്ടുമുട്ടുകയാണ്. ഉം. അത് ആലോചിച്ച് വേണം. വർഷങ്ങളായിട്ട് മുമ്പേ കാണാതെ പോയ മകളെ അച്ഛൻ കണ്ടുമുട്ടുന്ന ഒരു സീനിൽ ഞാൻ ആ സീൻ പറഞ്ഞു എനിക്കിത് എന്തുകൊണ്ട് നേരത്തെ തന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ വിളിച്ച് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ഈ ജോ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറോട്, ഇയാൾ തൃശ്ശൂരിൽ നിന്നുള്ളൊരു പയ്യനാണ്, അവനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് മഹേഷ് ചേട്ടൻ്റെ സീൻ കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൊടുക്കാൻ സാധിച്ചില്ല, കൊടുക്കാൻ പറ്റിയില്ല അതാണ് പറയുന്നത്. അതെന്താ കൊടുക്കാതെ ചോദിച്ചപ്പോഴത്തേക്ക് പറ്റിയില്ല, അത് ക്യാമറയുടെ മുന്നിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനോട്, പറ്റില്ല, എനിക്ക് സീൻ നേരത്തെ കിട്ടിയിരിക്കണം. അപ്പോൾ അയാൾ മേടി നിൽക്കുന്നു, ഞാൻ താഴെ നിൽക്കുന്നു, ഈ ടെറസ് അവൻ ബാൽക്കണി നിൽക്കുന്നു, ഞാൻ താഴെ. പറ്റില്ല, എനിക്കിത് വായിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വായിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ചാർജ് ചെയ്ത് വരികയായിരുന്നു. വന്ന് എന്നെ തള്ളി. അപ്പം ഞാൻ റൗണ്ട് കോമ്പിട്ട് ചീവിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ തള്ളിയത് ഞാൻ ഇങ്ങനെ വീശി അവൻ്റെ നേരെ. ആ തള്ളിയതിൻ്റെ ഒരു ഇതിൽ തന്നെ ഞാൻ വീശി. അപ്പോഴത്തേക്കും ഒരൊറ്റ ഇടി അടിക്കുകയായിരുന്നു എൻ്റെ ഈ ഹാർട്ടിൻ്റെ തൊട്ട് മേലെ ഷോൾഡറിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്ത്. എനിക്കിപ്പോഴും ഇന്നത്തെ വേദന. ഓൾറെഡി ഇതിനു മുമ്പേ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞൊരു വ്യക്തിയല്ലേ ഞാൻ ഒരു മേജർ ഹാർട്ടിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് എനിക്ക് നല്ല അറ്റാക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഓൾറെഡി സ്റ്റെന്ത് കിടപ്പുണ്ട് ഇതിനകത്ത്, എല്ലാം കിടപ്പുണ്ട്. അത് വെരി അൺഫോർച്ചുനേറ്റ്. എനിക്ക് അന്ന് വേരിയേഷൻ, അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൈ ഇങ്ങനെ വരക്കാൻ തുടങ്ങി, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. എന്നിട്ട് ഞാൻ 2 സീൻ തീർത്തു. കാരണം ഞാൻ വഴി ഇതിൻ്റെ നിർമ്മാതാവിന് ഒരിക്കലും ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം അദ്ദേഹം ഓൾറെഡി അല്പം ലോസിലാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തീർത്തു കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി, SK ഹോസ്പിറ്റലിൽ പോയി ഇവിടെ. അപ്പോൾ എനിക്ക് വേരിയേഷനുണ്ട്, ECG നല്ല വേരിയേഷനുണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ ആ മിടിപ്പ് ഓക്കെ ആകാനും, അത് വളരെ ഹൈ ആയിരുന്നു, അത് താഴാനും പമ്പിങ് ഓക്കെ ആക്കാനായിട്ടുള്ള മരുന്ന് തന്ന് 2 ദിവസം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വന്നു.